Hello all, welcome to the Discuss Point. House of the Dragon സീസൺ 3 എപ്പിസോഡ് 5 ജിയോ ഹോട്ട്സ്റ്റാർ റിലീസ് ആയിട്ടുണ്ട്. ഈ വീഡിയോയിൽ എപ്പിസോഡ് 5നെ കുറിച്ച് സംസാരിക്കാനാണ് വിചാരിക്കുന്നത്. ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്, സോ അതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സ് ഉണ്ടാവും. ആരെങ്കിലും എപ്പിസോഡ് കാണാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രമേ വീഡിയോ കാണുക. എപ്പിസോഡ് 5ന്റെ പ്ലോട്ട് വളരെ സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഗറില്ല വാർ എന്ന് നമുക്ക് പറയാം. ആൻഡ് ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീരീസിൽ തന്നെ ഡ്രാഗൺസ് വളരെ കുറച്ച് അപ്പിയർ ചെയ്തിട്ട് എപ്പിസോഡാണ് എപ്പിസോഡ് 5. ആകെ ഒരു സീനിലെങ്ങാനും ഡ്രാഗൺസ് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നതായിട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിലൂടെ അത്യാവശ്യം സ്റ്റോറി ടെൽ ചെയ്തു പോയൊരു എപ്പിസോഡായിട്ടാണ് ഇത് തോന്നിയത്. എപ്പിസോഡ് 5ന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കഴിഞ്ഞ എപ്പിസോഡുകളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് സർ ക്രിസ്റ്റ്യൻ കോളും സർ ഗെയിൻ ഹൈറ്റവറും ക്രിസ്റ്റ്യൻ കോളിന്റെ ആർമിയും ആരൻ ഹെല്ലിൽ എത്തിയിട്ടുണ്ട്. ആൻഡ് ആരൻ ഹെല്ലിൽ ആലിസ് റിവേഴ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ആലിസ് റിവേഴ്സ് അവരോട് പറയുന്നുണ്ട് എയ്മണ്ട് ഇവിടെ ഇല്ല. അത് മാത്രമല്ല റെനീറ കിങ്സ് ലാൻഡിംഗ് പിടിച്ചെടുത്തിട്ടുണ്ടെന്നും കൂടി അറിയുമ്പോൾ അവരൊക്കെ തിരിച്ച് ടെമ്പിൾട്ടണിലേക്ക് പോകാമെന്ന് ഗെയിൻ ഹൈറ്റവർ പറയുന്നുണ്ട്. പക്ഷെ ക്രിസ്റ്റ്യൻ കോൾ പറയുന്നത് വേണ്ട, റിവർലാൻഡ് മെൻസ് ആർമി ടെമ്പിൾട്ടണിലേക്ക് പോകുന്നുണ്ട്, അവരെ റിവർലാൻഡിൽ വെച്ച് ഇന്റർസെപ്റ്റ് ചെയ്യാം. 1-on-1 അവരോട് എന്തായാലും കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, സോ ഒരു ഗറില്ല വാർഫെയർ ടാക്ടിക്സ് എടുക്കാമെന്ന് സർ ക്രിസ്റ്റ്യൻ കോൾ പറയുന്നതായിട്ട് നമ്മൾ ലാസ്റ്റ് എപ്പിസോഡുകളായിട്ട് കണ്ടിട്ടുണ്ട്. ഇനി എപ്പിസോഡ് 5ലേക്ക് വരുമ്പോൾ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മൾ കാണുന്നത് റിവർലാൻഡ് മെന്റെ ആർമി സെറ്റിൽ ചെയ്തേക്കുന്ന ചെറിയ ചെറിയ ക്യാമ്പുകളാണ്. ആൻഡ് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബ്രിഡ്ജ് തകർക്കപ്പെട്ട നിലയിൽ കാണുന്നുണ്ട്. ആൻഡ് ഈ സെയിം സീനിനകത്ത് തന്നെ ലോർഡ് പൈപ്പറിനെ ക്രിസ്റ്റ്യൻ കോൾ വകവരുത്തുന്നതുകൊണ്ട് കുറച്ച് ക്യാമ്പിന് തീ ഇടുന്നുണ്ട്. ആൻഡ് തീ ഇട്ട ഉടനെ തന്നെ അവര് കാട്ടിലേക്ക് റിട്രീറ്റ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ അവർ യൂസ് ചെയ്യുന്നത് മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ ഗറില്ല ടാക്ടിക്സ് ആണ്. അവർക്ക് 1-on-1 എന്തായാലും റിവർലാൻഡ് മെൻ ആർമീനെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. സോ രാത്രിയുടെ മറവിലൊക്കെ വന്നിട്ട് അവർ അറ്റാക്ക് ചെയ്ത് പോവാണ്. ആൻഡ് ഈ റിവർലാൻഡ് മെൻ ആർമിയിൽ മെയിൻ ആയിട്ട് 3 ഹൗസസ് ആണുള്ളത്. അതിലൊന്നാണ് ഹൗസ് ടള്ളി ആൻഡ് ഹൗസ് പൈപ്പർ, പിന്നെ നമ്മൾ മുന്നത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുള്ള വിന്റർ വൂൾഫ്സ്. ഈ റിവർലാൻഡ് മെന്നിന്റെ കാര്യം ബുക്കിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അറൌണ്ട് 8,000-9,000 മെമ്പേഴ്സ് ഉള്ള ഒരു ആർമിയാണ് ഈ റിവർലാൻഡ് മെൻ ആർമി. ആൻഡ് അവര് സൗത്തിലേക്ക് മാർച്ച് ചെയ്യാണ്. അവർ മാർച്ച് ചെയ്യുമ്പം അവരെ മുന്നിലുള്ളൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് വാട്ടർ റഷ് എന്ന് പറഞ്ഞിട്ടുള്ള റിവറാണ്. സോ അത് ക്രോസ് ചെയ്യണമെങ്കിൽ അവർക്ക് നല്ലൊരു ഉറപ്പുള്ളൊരു ബ്രിഡ്ജ് വേണം. സോ അവരത് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ബ്രിഡ്ജുകളൊക്കെ ക്രിസ്റ്റ്യൻ കോളിന്റെ ആർമി തകർത്തിട്ടുണ്ടെന്ന് നമുക്ക് ഈ സീനിൽ മനസ്സിലാവും. ആൻഡ് അതിൽ അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡും ആണ്. ഈ ഒരു സീനിൽ തന്നെ ഹൗസ് ടള്ളിയുടെ ലീഡർ ആയിട്ടുള്ള ഓസ്കാർ ടള്ളി പറയുന്നുണ്ട് വി വിൽ പ്ലേ ഹിസ് ഗെയിം എന്ന്. അതുപോലെ തന്നെ ഈ റിവർലാൻഡ് മെൻ ആർമിക്ക് ഇനി ബ്ലാക്ക് വാട്ടർ റഷ് ക്രോസ് ചെയ്യാൻ സ്റ്റോണി സ്റ്റെപ്പിലെ ബ്രിഡ്ജ് മാത്രമേ ബാക്കിയുള്ളൂ. സോ അതും ക്രിസ്റ്റ്യൻ കോളിന്റെ ആർമി തകർക്കുന്നതിന് മുന്നേ അവിടേക്ക് ആളെ വിടാൻ വേണ്ടി ലോർഡ് ഓസ്കാർ ടള്ളി പറയുന്നുണ്ട്. ഇനി അടുത്ത സീനിലായിട്ട് ആരൻ ഹെല്ലിനെയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് റെനീറ എയ്മണ്ടിന്റെ തല കൊണ്ടുവരുന്നവർക്ക് ആരൻ ഹെല്ല് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ബൗണ്ടി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ എയ്മണ്ടിനെ കൊല്ലാൻ വേണ്ടി ആരൻ ഹെല്ലിലേക്ക് എത്തിയിട്ടുണ്ട്. ആൻഡ് ആസ് യൂഷ്വൽ ഒരു ബ്ലാക്ക് ബോട്ടിനെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ആലിസ് റിവേഴ്സിനെ കാണിക്കുന്നുണ്ട്. ആൻഡ് ആലിസ് റിവേഴ്സ് ഇവരെ ആരൻ ഹെല്ലിന്റെ കഥയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. അവർ നന്നായി പേടിക്കുന്നുണ്ട്. ഈ കഥ പറയുന്ന കൂട്ടത്തിൽ ആലിസ് റിവേഴ്സ് ഹാരൻ ദ ക്രൂവലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഹാരൻ ദ ക്രൂവൽ എന്ന് പറഞ്ഞാൽ ബുക്കിലേക്ക് വരുമ്പോൾ ഹൗസ് ഓഫ് ദ ഡ്രാഗൺസിൽ നമ്മൾ ഇപ്പൊ കാണുന്ന സ്റ്റോറി നടക്കുന്നതിന് 300 വർഷങ്ങൾക്ക് മുമ്പ് റിവർലാൻഡ്സ് ഭരിച്ചിരുന്ന ഒരു കിങ് ഹാരൻ ദ ബ്ലാക്ക്. സോ ഈ ഹാരൻ ദ ബ്ലാക്കിന് വെസ്ട്രോസിൽ തന്നെ ഏറ്റവും വലിയ ഫോർട്രസ് പണിയാൻ വേണ്ടിയിട്ട് റിവർലാൻഡിലുള്ള 1000-ഓളം ആളുകളെ എൻസ്ലേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 1000-ഓളം ആളുകളെ എൻസ്ലേവ് ചെയ്യുക മാത്രമല്ല 40ഓളം വർഷത്തോളം ഈ 1000-ഓളം ആളുകളെ സ്ലേവ് ആയിട്ട് ചെയിൻ ചെയ്തിട്ട് അവിടെ ഓവർ വർക്ക് ചെയ്യിച്ചിട്ടും അതുപോലെ തന്നെ സ്റ്റാർവ് ചെയ്യിപ്പിച്ചിട്ടും ഒക്കെ പണി എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഈ പണിയെടുത്ത ആളുകൾ 1000-ഓളം ആളുകൾ തന്നെ പണി കാരണം മരിച്ചിട്ടുണ്ടെന്നാണ് ബുക്കിൽ പറയുന്നത്. അതുകൂടാതെ തന്നെ ഈ ആരൻ ഹെല്ലിന്റെ ബ്രിക്ക് ലേ ചെയ്യുമ്പോൾ അതില് അവിടുത്തെ പണിക്കാരെ ബ്ലഡും കൂടെ ചേർത്തിട്ട് ഫൗണ്ടേഷൻ ലേ ചെയ്തേക്കുന്നത്. സോ ഇതിന്റെ എല്ലാം കൂടെ ഒരു കേസ് ആരൻ ഹെല്ലിൽ ഉണ്ട്. സോ ഇത്രയും ക്രൂരത കാട്ടിയ ഈ ഹാരൻ ദ ബ്ലാക്ക് എന്ന കിങ്ങിനെയാണ് ആലിസ് റിവേഴ്സ് ഇവിടെ ഹാരൻ ദ ക്രൂവൽ എന്ന് മെൻഷൻ ചെയ്യുന്നത്. അങ്ങനെ ഈ കഥയൊക്കെ പറഞ്ഞിട്ട് അവിടെ എയ്മണ്ടിനെ കൊല്ലാൻ വന്നവരെ പേടിപ്പിച്ച് അതിന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ബാറ്റ്സിനെ ഒരു കല്ലെടുത്ത് എറിഞ്ഞിട്ട് ബാറ്റ്സിനെ കൂടെ ഇളക്കി വിട്ട് വീണ്ടും വരെ പേടിപ്പിച്ച് അവരെ ഓടിച്ച്. ഈ ആരൻ ഹെല്ല് ഒരു മലയുടെ മേലെയാണല്ലോ. ഇതിന്റെ സീനിലായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇവരെ സ്ക്രീൻസ് കേൾക്കുന്നുണ്ട്. മേ ബി അവരെല്ലാം കൂടെ ആ മലയുടെ മേലെ നിന്ന് താഴത്തേക്ക് കെട്ടിമറിഞ്ഞ് വീണതായിരിക്കും എന്ന് തോന്നുന്നു. ഈ സീനിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ കാണുന്നത് എയ്മണ്ടിനെയാണ്. എയ്മണ്ട് ആരൻ ഹെല്ല് തന്നെ ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് എപ്പിസോഡുകളിലായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ക്രിസ്റ്റ്യൻ കോളിന്റെ ആർമി വന്ന് ചോദിച്ചിട്ടും അതേപോലെ തന്നെ ഈ എപ്പിസോഡിൽ എയ്മണ്ടിനെ കൊല്ലാൻ വന്ന ആളുകൾ ഒന്ന് ചോദിക്കുമ്പോൾ എയ്മണ്ട് ഇവിടെ ഇല്ല എന്നാണ് ആലിസ് റിവേഴ്സ് പറയുന്നത്. സോ ഡേമന്റെ കൈകൊണ്ട് ആരൻ ഹെല്ല് ആലിസ് റിവേഴ്സിന് കിട്ടില്ല എന്ന് കണ്ടതുകൊണ്ട് ഇനിയിപ്പം എയ്മണ്ടിനെ വെച്ചിട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നത് ആലിസ് റിവേഴ്സ് എയ്മണ്ടിനെ സേഫ് ചെയ്യുന്നത്. ആൻഡ് എയ്മണ്ട് മുമ്പ് ആരൻ ഹെല്ലിൽ നിന്നുണ്ടായ ഇഞ്ചുറി റിക്കവർ ആയി വരുന്ന പോലെയാണ്
കാണിക്കുന്നത്. ആൻഡ് ആരൻ ഹെല്ലിൽ നമുക്ക് അറിയാം ഡെയ്മൺ വന്നപ്പോഴും ഡെയ്മൺ ഒരുപാട് വിഷൻസും ഹാലൂസിനേഷനും അതുപോലെ തന്നെ ഒരുപാട് ഡ്രീംസും നൈറ്റ് മെയർസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ എയ്മണ്ടും ഒരു നൈറ്റ് മെയർ കണ്ട് ഞെട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് നൈറ്റ് മെയറിനകത്ത് എയ്മണ്ട് കാണുന്നത് എയ്ഗോൺ എയ്മണ്ടിനെ കൊല്ലാൻ നോക്കുന്ന പോലെയാണ്. സോ ഇതിലൊരു സിമിലാരിറ്റി ഡെയ്മണുമായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഡെയ്മൺ ആരൻ ഹെല്ലിൽ ഉണ്ടായിരുന്നപ്പോൾ കണ്ടിരുന്ന ഡ്രീംസ് എന്ന് വെച്ചാൽ ഒന്ന് വിസേരിയസും ഡെയ്മണും തമ്മിലുള്ള ഒരു തർക്കമാണ്. അതിൻ്റെ അകത്ത് ഡെയ്മൺ മിസേരിയയും കൂട്ടിയിട്ട് വിസേരിയസിന് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡ്രാഗൺ സ്റ്റോണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ അതിന് വിസേരിയസ് ഡെയ്മൺ ചീത്ത പറയുന്നതായിട്ടും കിങ്സ് ലാൻഡിംഗ് നിന്ന് പുറത്താക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ റെനീറ ഹെലീനയുടെ കുട്ടിയുടെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഡെയ്മൺ വിട്ട ആളുകളാണല്ലോ ഹെലീനയുടെ കുട്ടിയെ കൊന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ രണ്ടുപേരും കാണുന്ന ഡ്രീമുകളിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളിലുള്ള ഗിൽറ്റാണ് അവർക്ക് നൈറ്റ് മെയർസ് ആയിട്ട് വരുന്നത്. സോ അവരവർ ചെയ്ത തെറ്റുകളെ ഡ്രീംസിലൂടെ റീവിസിറ്റ് ചെയ്യിച്ചിട്ട് അവർക്ക് ഗിൽറ്റ് തോന്നിപ്പിച്ചിട്ട് അതിലൂടെ അവരെ സഫർ ചെയ്യിപ്പിക്കുന്നതായിരിക്കും ആരൻ ഹെല്ലിലെ കേഴ്സ് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ സീനിലായിട്ട് എയ്മണ്ട് ആലിസ് റിവേഴ്സിനെ മദർ എന്ന് വിളിക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ സീസൺ 2 ഒരു ബ്രോത്തലിലുള്ള ഒരു സീനിൽ സിൽവി എന്ന് പറഞ്ഞ ക്യാരക്ടറിനോട് ഇതേപോലെ ഒരു മദറിനോട് ഇന്ററാക്ട് ചെയ്യുന്ന പോലെ ഇന്ററാക്ട് ചെയ്യുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. സോ എയ്മണ്ടിന് ആലിസന്റെ അടുത്ത് നിന്ന് ഒരു മദർലി കെയർ കിട്ടിയിട്ടില്ല. എയ്മണ്ടിന് ഒരു മദർലി വാലിഡേഷന്റെ ആവശ്യമുണ്ടെന്ന് ഈ എപ്പിസോഡിലൂടെ അവർ കൺവേ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ സീനിൽ ഒരു കാര്യം കൂടെ വ്യക്തമാണ്, ഹെലീനയുടെ വിഷൻ എയ്മണ്ടിനെ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ കാര്യം എയ്മണ്ട് ഒരു ചെറിയ കുട്ടി അമ്മയോട് പറയുന്ന പോലെ ആലിസ് റിവേഴ്സിനോട് പറയുന്നുണ്ട്. ഇനി അടുത്ത സീനിലായിട്ട് ഗ്രാൻഡ് മേസ്റ്റർ ആലിസനെ മീറ്റ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഗ്രാൻഡ് മേസ്റ്റർ നടന്നു പോകുമ്പോൾ ആ റെഡ് ക്യൂബിന്റെ അകത്ത് ഒരുപാട് പൂച്ചകളെ തുറന്നു വിടുന്നതായിട്ട് കാണാം. സോ അൽനോഫളിന്റെ ഐഡിയ റെനീറ അംഗീകരിച്ചിട്ടുണ്ട്. റാറ്റ് പ്രോബ്ലത്തിന് ഇപ്പൊ ഒരു സൊല്യൂഷൻ ആയിട്ട് ക്യാറ്റ്സിനെ കൊണ്ടുപോകുന്നതായിട്ട് കാണാം. ആൻഡ് ഗ്രാൻഡ് മേസ്റ്റർ ആലിസനെ കാണാൻ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ആലിസന്റിന് മൂൺ ടീ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് എപ്പിസോഡിലായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് ഹെലീന പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. ആൻഡ് ഹെലീനയ്ക്ക് ഉണ്ടാവുന്ന ഒരു ആൺകുട്ടിയാണെങ്കിൽ ആ ആൺകുട്ടിയേക്കും അടുത്ത എഗോന്റെ അടുത്ത ഹെയർ ആയിട്ട് വരിക. സോ അത് റെനീറയുടെ ത്രോണിനൊരു വെല്ലുവിളിയാവും. സോ അങ്ങനെ വരികയാണെങ്കിൽ റെനീറ കുട്ടിയെ കൊന്നുകളയാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ആ റിസ്ക് എടുക്കാതെ ഇപ്പോഴേ കുട്ടിയെ അബോർട്ട് ചെയ്ത് കളയാം എന്നുള്ള ഒരു ഡിസിഷനാണ് ആലിസന്റെ എടുക്കുന്നത്. പക്ഷെ അതിന് ഹെലീന സമ്മതിക്കുന്നില്ല. ആൻഡ് ഈ സീനിൽ പറയേണ്ട വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ക്യാറ്റ്സിനെ കാണിക്കുന്നുണ്ടല്ലോ. ഈ ക്യാറ്റ്സിനെ കാണിക്കുന്നത് ഒരു സിംബോളിക് ആയിട്ട് നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാം. റാറ്റ്സ് ആയിരുന്നു റെഡ് കീപ്പിൽ മുമ്പുണ്ടായിരുന്ന ഒരു പ്രോബ്ലം. ഈ റാറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഇരിക്കുന്ന സ്ഥലം തന്നെ നശിപ്പിക്കുന്ന ഒരു ജീവിയാണ്. ഇപ്പം ഫുഡ് സ്റ്റോറേജ് മൊത്തം നിന്ന് തീർക്കുക, അതുപോലെ ഡിസീസ് സ്പ്രെഡ് ചെയ്യുക, അതുപോലെ തന്നെ ഒരുപാട് പെറ്റി വരിക. സോ അതിനൊരു പ്രതിവിധി ആയിട്ടാണ് ക്യാറ്റ്സിനെ കൊണ്ടുവന്നത്. ആൻഡ് ഈ റെഡ് കീപ്പിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ റെനീറ കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് പറയുന്നുണ്ട് റെനീറ കാര്യം വിശ്വാസമില്ല, മിസാരിയോട് ഒരു കണ്ണ് എല്ലായിടത്തും വേണമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഈ ഒരു സീനിൽ തന്നെ ഗ്രാൻഡ് മീസ്റ്റർ ആലിസന്റെ റൂമിലേക്ക് പോകുമ്പോൾ അതൊരു സെർവന്റ് വന്നിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. സോ ക്യാറ്റ് മിസാരിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ക്യാറ്റ് എപ്പോഴും വളരെ ഒബ്സർവിംഗ് ആയിട്ടുള്ള ഒരു പ്രെഡേറ്റർ ആണ്. പിന്നെ ഗ്രാൻഡ് മീസ്റ്ററിന്റെ കാര്യം പറഞ്ഞാൽ ഗ്രാൻഡ് മീസ്റ്ററിനെ വേണമെങ്കിൽ നമുക്ക് ലോർഡ് ലാരിസിനെയും അതുപോലെ തന്നെ ഗെയിം ഓഫ് ത്രോൺസിലെ ലിറ്റിൽ ഫിംഗറിനെയൊക്കെ ചെറുതായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് രണ്ട് തോണിയിലും കാലിട്ടിരിക്കുന്ന ഒരാളായിട്ടാണ് ഗ്രാൻഡ് മീസ്റ്ററിനെ കാണിക്കുന്നത്. ഗ്രാൻഡ് മീസ്റ്റർ മുമ്പ് ഏഗോൺ ഭരിച്ചിരുന്ന സമയത്ത് ഏഗോണിന്റെ കൗൺസിൽ ഇരുന്നിട്ട് ബ്ലാക്സിനെതിരെ ഐഡിയാസ് പ്ലോട്ട് ചെയ്തിരുന്ന ആളാണ് ഗ്രാൻഡ് മീസ്റ്റർ. ആൻഡ് റെനീറ കിങ്സ് ലാൻഡിംഗ് ക്യാപ്ചർ ചെയ്തതിനു ശേഷം പുള്ളി നേരെ ഗ്രീൻസിന്റെ സൈഡിൽ നിന്ന് ബ്ലാക്സിന്റെ സൈഡിലേക്ക് ചാടി. ആൻഡ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും അതുപോലെ തന്നെ റെനീറയുടെ ഭരണത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നത്. അഥവാ നാളെ കിങ്സ് ലാൻഡിംഗ് തിരിച്ചു പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ പുള്ളി ആലിസനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ പുള്ളിയുടെ സേഫ്റ്റി എൻഷുർ ചെയ്യാണ്. ആൻഡ് നേരത്തെ പറഞ്ഞ കമ്പാരിസൺ ലോർഡ് ലാരിസിനെയും ലിറ്റിൽ ഫിംഗറിനെയും സംബന്ധിച്ച് നോക്കുമ്പോൾ പുള്ളി നുണകൾ പറയുന്നില്ല, പുള്ളി കുറച്ച് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. പക്ഷെ മറ്റു രണ്ടുപേരും നുണകൾ പറഞ്ഞിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് സ്റ്റിൽ അവരെ പോലെ തന്നെ സ്വന്തം നിലനിൽപ്പിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് ഗ്രാൻഡ് മേസ്റ്റർ. പിന്നെ ഈ സീനിൽ വേറൊരു കാര്യം കൂടെ പറയണമെന്നുണ്ട്. അതായത് ഹെലീന എന്തായാലും മോണ്ടി കുടിക്കുന്നില്ല, ആലിസനെ ഫോഴ്സ് ചെയ്യാൻ നോക്കിയിട്ട് പോലും കുടിക്കുന്നില്ല. പിന്നെ ഹെലീന എയ്മണ്ട് ആരൻ ഹെല്ലിൽ ഉണ്ടെന്നുള്ള കാര്യം ആലിസിനോട് കൺഫേം ചെയ്യുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ സീസണിൽ ഡെയ്മൺ കണ്ടിരുന്ന ഡ്രീമിന്റെ അകത്തും ഹെലീന വരുന്നുണ്ട്. സോ ഹെലീനയും ആരൻ ഹെല്ലും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ഈ വിഷൻസും പ്രോഫസിയും കാര്യങ്ങളൊക്കെ മേ ബി എന്തെങ്കിലും ഒരു മാജിക് കണക്ഷൻസ് ഉണ്ടാവാം. പക്ഷെ എയ്മണ്ട് ആരൻ ഹെല്ലുള്ള കാര്യം ആലിസന് ഇപ്പൊ അറിയാം. ഇനി അത് ആലിസന്റ് റെനീറയോട് പറയുമോ എന്നുള്ള കാര്യമാണ് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണേണ്ടത്. കാരണം സോഫാർ ആലിസന്റ് റെനീറയുടെ അടുത്ത് ഭയങ്കര ജെനുവിൻ ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം നല്ലപോലെ കൊടുക്കുന്ന ഒരാളായിട്ടാണ് ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. അടുത്ത സീനിലായിട്ട് ലേഡി സബിത ഫ്രേ റെനീറ ആയിട്ട് ആരൻ ഹെല്ലിന്റെ പേരും പറഞ്ഞിട്ട് ആർഗ്യൂ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ ഹൗസ് ഫ്രേയുടെ ലോർഡായിട്ടുള്ള ലോർഡ് ഫോറസ്റ്റ് ഫ്രേനെ ജെസേരീസ് സീസൺ 2 പോയി മീറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് ഹൗസ് ഫ്രേയുടെ ടിൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് വിന്റർവോൾസ്
റിവർലാൻഡ്സിലേക്ക് എത്തുന്നത്. ഈ ലോർഡ് ഫോറസ്റ്റ് ഫ്രേ ബാറ്റിൽ ഓഫ് ലേക്ക് ഷോറിൽ വെച്ചിട്ട് മരിച്ചിട്ടുണ്ട്. ആൻഡ് ജെയ്സ് ലോർഡ് ഫോറസ്റ്റ് ഫ്രേനെ മീറ്റ് ചെയ്ത സമയത്ത് ലോർഡ് ഫോറസ്റ്റ് ഫ്രേക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹാരൻ ഹെൽ, അതായത് വിന്റർ വൂൾഫിനെ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് അവരുടെ ടിൻ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ റെനീറയോട് ലോയൽറ്റി ബ്ലഡ് ചെയ്ത് നീ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ ഹാരൻ ഹെല്ല് തരാന്ന് പ്രോമിസ് ചെയ്തു. പക്ഷെ ഇപ്പം റെനീറ എയ്മണ്ടിന്റെ തല ആര് കൊണ്ടുവരുന്നോ അവർക്ക് ഹാരൻ ഹെല്ല് കൊടുക്കാന്ന് വേറൊരു ബൗണ്ടി ഓഫർ ഇട്ടിട്ടുണ്ട്. സോ ഇത് കേട്ടിട്ടാണ് ലേഡി സബിത ഫ്രേ വന്നിട്ടുള്ളത്. ആൻഡ് ലേഡി സബിത ഫ്രേ പറയുന്നുണ്ട് ജെസേരിയസ് ഞങ്ങളോട് പ്രോമിസ് ചെയ്തതാണെന്ന്. പക്ഷെ അന്നേരം റെനീറ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്. മോശം മീൻസ് റെനീറയുടെ മകനായ ജെസേരിയസിന് പേരുദോഷം വരുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. റെനീറ പറയുന്നത് ജെസേരിയസ് മരിച്ചുപോയി, അതിന്റെ കൂടെ തന്നെ അവന്റെ പ്രോമിസും ബെറി ചെയ്യപ്പെട്ടെന്നാ പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഉള്ള പോലെ തന്നെ മാക്സിമം പറ്റുന്ന ആൾക്കാർക്ക് റെനീറ ഈ എപ്പിസോഡിലും വെറുപ്പിക്കുന്നുണ്ട്. അതിലൊന്നാമതാണ് ഈ ലേഡി സബിത ഫ്രേ. ഈ ഹൗസ് ഫ്രേനെ നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിൽ കണ്ടിട്ടുണ്ട്. റോബ് സ്റ്റാർക്ക് ഇതേപോലെ സ്റ്റാർസിന്റെ ആർമിക്ക് നോർത്ത് നിന്ന് സൗത്തിലേക്ക് മാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്വിൻ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പിന് ഹൗസ് ഫ്രേയുടെ അടുത്ത് പോകുന്നുണ്ട്. ആൻഡ് അന്ന് റോബ് സ്റ്റാർക്ക് ഹൗസ് ഫ്രേയിലുള്ള ലോർഡ് വാൾട്ടർ ഫ്രേയുടെ മകളെ കല്യാണം കഴിക്കാന്ന് പ്രോമിസ് ചെയ്തായിരുന്നു. ആൻഡ് ആ പ്രോമിസ് തെറ്റിച്ചതിനാണ് റെഡ് വെഡിങ് എന്ന് പറഞ്ഞിട്ട് റോബ് സ്റ്റാക്കിന്റെ ആർമീനെയും മൊത്തം കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ആ സെയിം ഹൗസ് ഫ്രേനെയാണ് ഇവിടെ റെനീറയും ബെറ്റർ ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ അവന്മാർ എന്ത് പണി കൊടുക്കുമോ ആവോ ദൈവത്തിന് അറിയാം. അതുപോലെ തന്നെ ഹാരൻ ഹെല്ല് കിട്ടിയിട്ടില്ലേ വേണ്ട, ക്യൂവിന്റെ സ്മോൾ കൗൺസിൽ ഒരു അംഗത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് ലേഡി സബിത ഫ്രേ പറയുന്നുണ്ട്. ആൻഡ് റെനീറ അതിനെ അഗ്രി ചെയ്യുന്നുണ്ട്. ആൻഡ് ആസ് യൂഷ്വൽ സ്മോൾ കൗൺസിൽ കെയോട്ടിക് ആണ്. മിസേരിയ സ്മോൾ ഫോക്സിന്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഡേമൺ സിറ്റി വാച്ചിന്റെ പേയ്മെന്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സിറ്റി വാച്ചിലുള്ള 2 സോൾജേഴ്സിനെ ആരോ മർഡർ ചെയ്തിട്ടുണ്ട്. സോ അതിനെ കുറിച്ച് ഡേമൺ പറയുന്നുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കാതെ റെനീറ ഏമണ്ടിനെയും വേഗാറിനെയും കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. ആൻഡ് ഈ സീനിൽ തന്നെ കൗൺസിലിൽ ബെയിലയും ആഡം ഓഫ് ഹള്ളും പ്രസന്റ് ആയിരിക്കുന്നത് കാണുന്നുണ്ട്. ആൻഡ് ആഡം ഓഫ് ഹള്ളിനെ കഴിഞ്ഞ എപ്പിസോഡിലൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഈ സീനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ബെയിലും ആഡം ഓഫ് ഹള്ളും വെയ്ഗാറിനും ഏമണ്ടിനും വേണ്ടിയുള്ള തെരച്ചിലാണ്. സോ അവരുടെ ഡ്രാഗൺസിനെ വെച്ചിട്ട് റിവർലാൻഡ് മൊത്തം തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അവർക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട് റിവർലാൻഡ് അടുത്തുള്ള ഒരു വില്ലേജിൽ വെയ്ഗാറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് 2 ദിവസം മുന്നേ. സോ അവിടേക്ക് അന്വേഷിക്കാൻ പോകാൻ വേണ്ടി റെനീറ പറയുന്നുണ്ട്. അപ്പൊ ആഡം ഓഫ് ഹള്ള് പറയുന്നുണ്ട് ഞങ്ങൾ റെസ്റ്റ് എടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഡെയ്മനോട് റിവർലാൻഡിലേക്ക് പോയി അന്വേഷിക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ഡെയ്മൺ പറയുന്നത് ആദ്യം സിറ്റിക്ക് ഉള്ളിലുള്ള പ്രശ്നങ്ങൾ തീർക്കട്ടെ, സിറ്റി വാച്ചിന്റെ പ്രശ്നങ്ങൾ തീർത്തിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞ് ഡെയ്മൺ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആൻഡ് ഇതിൽ ട്രിഗർ ആയിട്ട് റെനീറ ഡെയ്മന്റെ പിന്നാലെ പോയി ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോഴും ഡ്രാഗൺ സ്റ്റോണിലുള്ള പോലെ തന്നെയാണോ ബിഹേവ് ചെയ്യുന്നത്, ഞാൻ ക്യൂനല്ലേ, എന്നോട് റെസ്പെക്ട് കാണിക്കണ്ടേ എന്നൊക്കെയാണ് റെനീറ ഉദ്ദേശിക്കുന്നത്. ഈ സീൻ എന്നൊരു കാര്യം വളരെ വിസിബിൾ ആണ്. റെനീറ ലിറ്ററലി ബ്ലൈൻഡഡ് ആണ്. റെനീറയെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമൺ ഹൈറ്റവറും അതുപോലെ തന്നെ ഏമണ്ടും വെയ്ഗാറിനോടുള്ള റിവെഞ്ച് ആണ്. റെനീറയുടെ ഒള്ളി കൺസേൺ റെനീറയുടെ ത്രോണിന് ഭീഷണിയായിട്ടുള്ള ആളുകൾ മാത്രമാണ്. ഇനീഷ്യലി കിങ്സ് ലാൻഡിൽ എത്തിയപ്പോൾ സ്മോൾ ഫോക്സിന്റെ കാര്യങ്ങൾ നോക്കണം, അതുപോലെ ഒരു മെർസിഫുൾ ക്യൂനാവണം എന്ന് പറഞ്ഞിരുന്ന റെനീറയെ നമുക്ക് ഇവിടെ കാണാനായി കിട്ടുന്നില്ല. റെനീറ ആകെ വെയ്ഗാർ ഏമണ്ട് പറഞ്ഞു നടക്കൊണ്ടിരിക്കുകയാണ്. റെനീറ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. ഈ സമയത്ത് ഡെയ്മൺ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ട്, സിറ്റി വാച്ചിനെ ടേക്ക് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അവരാണ് കിങ്സ് ലാൻഡിങ്ങിലെ പ്രൊട്ടക്ഷൻ, അവരും കൂടെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ പ്രൊട്ടക്ഷൻ ഇല്ലാണ്ടാവും എന്നുള്ള കാര്യം ഡെയ്മണ്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ആൻഡ് ഈ നേരത്താണ് ഒരു സെർവന്റ് വന്നിട്ട് പറയുന്നുണ്ട് ജോഫ്രി കിങ്സ് ലാൻഡിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ജോഫ്രി കാണാൻ പോകാൻ പോലും റെനീറ തയ്യാറാവുന്നില്ല. റെനീറ ഞാൻ ബിസിയാണ്, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം എന്നാണ് പറയുന്നത്. റെനീറ മാനേജിങ് സ്കില്ലിൽ വളരെ വീക്കാണെന്ന് ഇന്ന് വളരെ വിസിബിൾ ആണ്. കിങ്സ് ലാൻഡിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് ത്രോണിനെതിരെ പ്ലാൻസ് മെനയാന്ന് അത്ര സുഖമല്ല ഇവിടെ വന്ന് ഭരിക്കുന്നതെന്ന് റെനീറയ്ക്ക് റിയലൈസേഷൻ ഹിറ്റ് ആയതുപോലെ തോന്നുന്നുണ്ട്. റെസ്റ്റ്ലെസ് ആണ്. കാരണം വെയിലിലേക്ക് അയച്ചതാണ് ഈ ഡാൻസ് ഓഫ് ദ ഡ്രാഗന്റെ തുടക്കത്തിൽ ജോഫ്രീനെ. കുറെ കാലത്തിന് ശേഷമാണ് കാണുന്നത്. എന്നിട്ടും വന്ന് പറയുന്ന സെർവന്റ് പ്രതീക്ഷിക്കുന്ന റെനീറ ഭയങ്കര സന്തോഷിക്കുന്നതാണ് ഈ ന്യൂസ് കൊടുക്കുന്നത്. പക്ഷെ റെനീറക്ക് റെസ്പോൺസും ഇല്ല. റെനീറ ജോഫ്രി ടയർഡ് ആയിരിക്കും, റെസ്റ്റ് എടുക്കട്ടെ പിന്നെ വന്ന് കാണാമെന്നാണ് റെനീറ പറയുന്നത്. ആൻഡ് ഈ സീനിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്തൊരു സീനിൽ ബെയിലെയും ആഡം ഓഫ് ഹള്ളും റിവർലാൻഡിൽ ഒരു വില്ലേജിൽ ഇരുന്ന് സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ വില്ലേജ് മൊത്തം വെയ്ഗാർ നശിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ ആഡത്തിന്റെയും അതുപോലെ തന്നെ ബെയിലിയുടെയും ഡ്രാഗൺസിനെ കാണിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ എപ്പിസോഡിൽ ഡ്രാഗൺസിനെ കാണിക്കുന്ന ഇനിയൊക്കെ ഒരു സീൻ ഇതാണ്. ഈ സീനിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആഡമും ബെയിലയും തമ്മിലൊരു കണക്ഷൻ ഫോം ആവുന്നുണ്ട്. ആൻഡ് ഈ സീനിൽ ബെയില പറയുന്നുണ്ട് ബെയിലയ്ക്ക് റെനീറയുടെ അടുത്ത് ബെയിലയുടെ മുഖത്ത് തെളിയിക്കണമെന്ന്. ബെയിലയുടെ പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാറിനൊക്കെ ശേഷം റെനീറ ബെയിലയെ വേറെ ഏതെങ്കിലും റിച്ചായ ഹൗസിലേക്ക് കെട്ടിച്ചു വിടുമോ എന്നുള്ള ഒരു ഫോഴ്സ്ഫുൾ മാരേജിലേക്ക് എന്റെ പെയ്യോ എന്നുള്ള പേടിയുണ്ട്. ആൻഡ് ആഡം ബെയിലിയുടെ ആഫങ്ങളാണ്. പക്ഷെ ബുക്കിലേക്ക് വരുമ്പോൾ ആഡവും ബെയിലയും തമ്മിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതായിട്ടൊന്നും കാണുന്നില്ല. മറിച്ച് അവർ ആലൈസ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ആഡത്തിന്റെ ബ്രദർ ആയിട്ടുള്ള ആലൻ ഓഫ് ഹള്ള് ആയിട്ട് ബെയിലർ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാവുന്നതായിട്ട് ബുക്കിലുണ്ട്. അതുപോലെ തന്നെ യുദ്ധത്തിന് ശേഷം
ആലൻ ഒഫേളിനെയാണ് ബെയില കല്യാണം കഴിക്കുന്നത്. ഇനി ഷോയിലേക്ക് വരുമ്പം അവരത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുമോ അതോ അതിൽ പ്ലോട്ട് ചേഞ്ച് വല്ലതും ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ സീനിന്റെ അകത്ത് ബെയിലയുടെ കൺസേൺ പറയുമ്പം ആഡം പറയുന്നത് അങ്ങനെ ആർക്കെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഐ കം ആൻഡ് സേവ് യു, എന്നിട്ട് നമുക്ക് ഒളിവിൽ പോകാൻ എന്നാ പറയുന്നത്. സോ മേ ബി ബുക്കിലുള്ള പ്ലോട്ട് നിന്ന് മാറിയിട്ട് ഷോയിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഈ എപ്പിസോഡിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സീനായിട്ട് എനിക്ക് തോന്നിയത് ആരൻ ഹെല്ലില് എയ്മണ്ടും ആലിസ് റിവേഴ്സും തമ്മിലുള്ള ഒരു സംസാരമുണ്ട്. ആ സീനിലെ ആലിസ് റിവേഴ്സ് എയ്മണ്ടിനോട് പറയുന്നുണ്ട് റെനീറ കിങ്സ് ലാൻഡിങ് പിടിച്ചെടുത്തുന്ന്. ആൻഡ് അപ്പം എയ്മണ്ട് ചോദിക്കുന്നുണ്ട് എയ്ഗോണിനെ കുറിച്ചിട്ട്. ആൻഡ് ഈ സീനിൽ എയ്മണ്ട് തുടർന്ന് പറയുന്നുണ്ട് എയ്ഗോൺ ചെറുപ്പത്തിൽ എയ്മണ്ടിനെ വല്ലാണ്ട് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടും എയ്മണ്ട് എയ്ഗോണിനെ വേർഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എയ്ഗോണിനെയാണ് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടായിരുന്നത്. ഉള്ള എല്ലാ സുഖ സൗകര്യങ്ങളും കിട്ടിയിട്ടും എയ്ഗോൺ ഒരു നല്ല രാജാവായിട്ടില്ല എന്നുള്ളതിന്റെ ദേഷ്യം എയ്മണ്ട് നല്ലതുപോലെ ഉണ്ട്. ആൻഡ് ഇതിന്റെ ഐറണി എന്താന്ന് വെച്ചാൽ നെക്സ്റ്റ് സീനിൽ എയ്ഗോണിന്റെ അവസ്ഥയെ കുറിച്ചിട്ട് ലാൽ സ്ട്രോങ്ങിനോട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എയ്ഗോൺ പറയുന്നത് എയ്ഗോൺ ഫസ്റ്റ് ബോൺ ആയി ജനിച്ചതുകൊണ്ട് തന്നെ എയ്ഗോണിന് ഒരവസരങ്ങളും കിട്ടിയിട്ടില്ല, ഫ്രീഡം ഉണ്ടായിട്ടില്ല. പക്ഷെ എയ്മണ്ടിന് ഈ ഫ്രീഡം ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എയ്മണ്ടിന് യുദ്ധമുറകൾ പഠിക്കാൻ പറ്റി, ഹൈവേലിയിൽ നല്ലപോലെ പഠിക്കാൻ പറ്റി. എയ്മണ്ട് അവിടുത്തെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്ത് എയ്മണ്ട് കിങ്സ് ലാൻഡിങ്ങിൽ ഒരു ഹീറോ ആയിട്ടുണ്ട്. താനാണെങ്കിൽ ഫസ്റ്റ് ബോൺ ആയി ജനിച്ചുകൊണ്ട് തനിക്ക് ഇതൊക്കെ നിഷേധിക്കപ്പെട്ടെന്ന് ലാൽ സ്ട്രോങ്ങിനോട് പരാതി പറയുന്നുണ്ട്. പൊതുവെ എയ്ഗോൺ എന്ത് പറഞ്ഞാലും വലിയ കാര്യമായി റിയാക്ട് ചെയ്യാത്ത ലാരി സ്ട്രോങ് പക്ഷേ ഈ സീനിൽ എയ്ഗോണിനോട് പറയുന്നുണ്ട്. ലാരി സ്ട്രോങ് പറയുന്നത് ഗ്രേറ്റ് ആവാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടായിരുന്നു, ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ സ്റ്റിൽ എയ്ഗോൺ ലേസിനെസിനെ കൊണ്ട് ഒരു മീഡിയോക്കറായി മാറിയിട്ടുണ്ട്. ആൻഡ് എയ്ഗോണിന്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് യു ആർ എ ടെറിബിൾ കിങ് ആൻഡ് യു ആർ എ ടെറിബിൾ മാൻ എന്ന്. മേ ബി ലാരി സ്ട്രോങ്ങിന്റെ സിറ്റുവേഷന് റിഫ്ലക്ട് ചെയ്ത് വന്നൊരു ആങ്കർ ആയിരിക്കാം. അതായിരിക്കാം പുള്ളി ഇവിടെ എയ്ഗോണിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ കൂടി ഇതൊക്കെ കേട്ട് എയ്ഗോൺ അവിടെ കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കുന്നുണ്ട്. പൊതുവെ ലാരി സ്ട്രോങ് ഇങ്ങനെ പറയാത്തതാണ്, പക്ഷെ ലാരി സ്ട്രോങ്ങിനെ ഇവിടെ ട്രിഗർ ചെയ്തിട്ടുണ്ടാവുക ഈ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ലാരി സ്ട്രോങ്ങിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ലാരി സ്ട്രോങ് ഒരു ക്രിപ്പിൾഡ് ആയിട്ടൊരാളാണ്, പക്ഷെ ലാരി സ്ട്രോങ്ങിന്റെ ബ്രദർ ആയിട്ടുള്ള ഹാർവിൻ സ്ട്രോങ് വളരെ ഹെൽത്തി ആയിരുന്നു. ആൻഡ് അത് മാത്രമല്ല എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് ഹാർവിൻ സ്ട്രോങ്. റെനീറയുടെ ഒരു കാമുകനായിരുന്നു. ആൻഡ് ലാരി സ്ട്രോങ്ങിന് ട്രിപ്പിൾഡ് ആയതുകൊണ്ട് തന്നെ ലാരി സ്ട്രോങ് ഇപ്പൊ എത്തി നിൽക്കുന്ന പൊസിഷനിലേക്ക് എത്താൻ ലാരി സ്ട്രോങ്ങിന് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. സോ അതിന്നൊക്കെയുള്ള ഒരു ആങ്കറിന്റെ ഔട്ട് ബേസ്റ്റ് ആയിരിക്കും എയ്ഗോണിനോട് ഇവിടെ ലാരി സ്ട്രോങ് പ്രകടിപ്പിച്ചിട്ടുണ്ടാവുക. ആൻഡ് ഈ സീൻ കഴിഞ്ഞിട്ട് എയ്ഗോണും ലാരി സ്ട്രോങ്ങും കൂടെ റുക്രസിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. ആൻഡ് അവിടെ റുക്രസിൽ വെച്ചിട്ട് ടൈലൻ ലാനിസ്റ്റർ ഇവരെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു സർപ്രൈസിങ് സീനാണ്, കാരണം ടൈലൻ ലാനിസ്റ്റർ മരിച്ചോ ഇല്ലയോ എന്ന് ഇപ്പോഴും അത് ഒരു മിസ്റ്ററി ആയിട്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡിലുള്ള ബാറ്റിൽ ഓഫ് ഗള്ളറ്റിൽ വെച്ചിട്ട് ലോമാർ ടൈലൻ ലാനിസ്റ്ററിന്റെ അടുത്ത് കടലിലേക്ക് എറിയുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ടൈലൻ ലാനിസ്റ്ററിന് എന്ത് പറ്റി എന്നൊരു വിവരം ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല കിങ്സ് ലാൻഡിങ്ങിലെ ഗോൾഡ് മൊത്തം മാറ്റിയിട്ടുണ്ടായിരുന്നത് അന്നത്തെ മാസ്റ്റർ ഓഫ് കോയിൻ ആയിട്ടുള്ള ടൈലൻ ലാനിസ്റ്റർ ആയിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ടൈലൻ ലാനിസ്റ്ററും ലാരി സ്ട്രോങ്ങും കൂടെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ടൈലൻ ലാനിസ്റ്റർ സജസ്റ്റ് ചെയ്യുന്നത് എയ്ഗോണിനെ കാസ്ട്രി റോക്കിലേക്ക് കൊണ്ടുപോകാം, പക്ഷെ ലാരി സ്ട്രോങ് അതിന് സമ്മതിക്കില്ല. ലാരി സ്ട്രോങ് പറയുന്നത് എസോസിലേക്ക് തന്നെ പോവാം, ബ്രാവോസിലേക്ക് തന്നെ പോവാം എന്ന് തന്നെയാണ് ലാരി സ്ട്രോങ്ങിന്റെ പ്ലാൻ. ആൻഡ് ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഗ്രാൻഡ് മേസ്റ്റർ ആലിസന്റിന് മൂൺ ടീ കൊണ്ട് കൊടുക്കുന്നുള്ളത്. ആൻഡ് ഈ മൂൺ ടീ കൊണ്ട് കൊടുക്കുന്നത് ഒരു സെർവന്റ് കാണുന്നതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ സെർവന്റ് മിസാരിയോട് ഈ കാര്യം പോയി പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ മിസാരിയ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആലിസന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ആലിസന്റ് വരുന്നത് ഹെലീനയ്ക്ക് വലിയ അസുഖമാണ്, അതുകൊണ്ട് ഒരു ഹെൽപ്പ് എന്ന രീതിയിൽ ഗ്രാൻഡ് മേസ്റ്റർ കുറച്ച് മരുന്ന് കൊണ്ട് കൊടുത്തതാണെന്ന് പറയും. ആൻഡ് മിസാരിയ മരുന്ന് വാങ്ങി മണത്ത് നോക്കുമ്പോൾ മിസാരിക്ക് മനസ്സിലാവും ഇത് സാധാ മരുന്നല്ല, മൂൺ ടീ ആണെന്ന്. സോ അന്നേരം ആലിസന്റെ അടുത്ത അടവിറക്കും. ആലിസന്റ് പറയും ആലിസന്റ് ആണ് പ്രഗ്നന്റ്. ആൻഡ് അത് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആലിസന്റ് ആ മൂൺ ടീ മിസാരിയുടെ മുന്നിൽ നിന്ന് തന്നെ മൊത്തം കുടിച്ചു തീർക്കുന്നുണ്ട്. ആൻഡ് വേറൊരു സീനിലായിട്ട് ആലിസന്റ് അവളുടെ ഒരു സെർവന്റിന് ആലിസന്റെ കഴുത്തിലുള്ള മാല കൊടുത്തിട്ട് അവിടുത്തെ രക്ഷപ്പെടാനുള്ള വഴി ഒരുക്കുന്നുണ്ട്. സെർവൻസിന് ഡ്രസ്സിട്ട് ആലിസന്റ് അവിടെ നിന്ന് പുറത്തേക്ക് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് ഹെലിനയും കൂട്ടിയിട്ട്. പക്ഷെ ഇത് മിസേരിയ കൈയോടെ പിടിക്കും. ഇതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാറ്റ് സിംബലൈസ് ചെയ്യുന്നത് മിസേരിയ ആണെന്ന്. അതുപോലെ തന്നെ ആലിസന്റിന് നുണ പറയാനുള്ള കഴിവും സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ആളുകളെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു കഴിവും നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. മിസേരിയ തന്നെ അവിടെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ വൺ ഓഫ് ദ ക്രൂഡ് മൈൻഡ് ആണ്. ആൻഡ് മിസേരിയ വരെ ആലിസന്റ് കൺവിൻസിങ് ചെയ്യുന്നുണ്ട്. മിസേരിയ ആലിസന്റെ കയ്യിലുള്ള മൂൺ ടീ ചെക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ആലിസന്റെ മിസേരിയോട് പറയുന്നുണ്ട് നീ മുമ്പ് പ്രിസണർ ആയ പോലെ തന്നെ ഞാൻ ഇപ്പൊ റെനേറയുടെ പ്രിസണറാന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ സീനിന്റെ അകത്ത് ആലിസന്റ് പറയുന്നുണ്ട് ഇത് റെനേറോട് പറയരുത്, റെനേറയുടെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും ഡെയ്മൺ ആയിരിക്കും, ഇപ്പം നിന്നെ റെനേറ യൂസ് ചെയ്യാൻ വേണ്ടി നിന്നോട് അടുത്ത് പെരുമാറുന്നതാണ്, അത് കഴിഞ്ഞാൽ നിന്നെ ഒഴിവാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഗ്രാൻഡ് മേസ്റ്ററെ കൺവിൻസ് ചെയ്ത പോലെ തന്നെ ഇവിടെ മിസാരിയനെയും കയ്യിലെടുക്കുന്നത്. സോ ഇത്രയും ക്രൂഡ് മൈൻഡ് ആയിട്ടുള്ള മിസാരിയ വരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ആലിസന്റിന് പറ്റുന്നുണ്ട് എന്നുള്ളത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്.
അതുപോലെ തന്നെ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്റ്റ്യൻ കോളും ആർമിയും റിവർലാൻഡ്മെന്റിന്റെ ടെമ്പിൾട്ടണിലേക്കുള്ള യാത്ര തടയാൻ വേണ്ടിയിട്ട് റിവർലാൻഡിലുള്ള ബ്രിഡ്ജസ് മൊത്തം തകർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവർക്ക് തകർക്കാനുള്ളത് സ്റ്റോണി സെപ്റ്റിലുള്ള ലാസ്റ്റ് ബ്രിഡ്ജാണ്. അവരങ്ങോട്ടേക്ക് മാർച്ച് ചെയ്ത് പോകുന്ന വഴിക്ക് റിവർലാൻഡ്മെൻ ആർമി അവിടെ വഴിയിലൊക്കെ കാൽട്രോപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കെണി ഇട്ടിട്ടുണ്ടാവും. ഈ കെണിയിൽ കുടുങ്ങിയിട്ട് ക്രിസ്റ്റ്യൻ കോളിന്റെ ആർമിയുടെ കുതിരകൾ മൊത്തം ചത്തുപോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ കുതിരകളില്ലാതെ സ്റ്റോണി സെപ്റ്റിലേക്ക് എത്താൻ ഒരുപാട് സമയമാവുന്നുണ്ട്. ആൻഡ് അവര് സ്റ്റോണി സെപ്റ്റിലേക്ക് എത്തുന്ന സമയം കൊണ്ട് റിവർലാൻഡ്മെൻ ആർമി ബ്ലാക്ക് വാട്ടർ റഷ് ക്രോസ് ചെയ്തിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. സോ ഓൾറെഡി ക്രിസ്റ്റ്യൻ കോളിന്റെ ആർമിക്കും റിവർലാൻഡ്മെന്റിനെ 1-on-1 ഫേസ് ചെയ്യാൻ പറ്റില്ല. അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ഈ ബ്രിഡ്ജസ് ഒക്കെ തകർത്തിട്ട് റിവർലാൻഡ്മെൻ ആർമീനെ ടെമ്പിൾട്ടണിലേക്ക് മാർച്ച് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതും ഫെയിലായി. പക്ഷെ ക്രിസ്റ്റ്യൻ കോള് എന്നാൽ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ക്രിസ്റ്റ്യൻ കോള് പിന്നെ പറയുന്നത് ഓക്കെ, അവരെന്തായാലും റിവർ ക്രോസ് ചെയ്തു, അവർ നമ്മുടെ ആർമിനെക്കാളും കൂടുതലാണെങ്കിൽ കൂടി നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യാം, ആ യുദ്ധത്തിൽ മരിച്ചാൽ തന്നെ ക്രിസ്റ്റ്യൻ കോൾ കിങ്സ് ലാൻഡിങ്ങിൽ ഒരു ഹീറോ ആകും, നാളെ ക്രിസ്റ്റ്യൻ കോളിനെ കുറിച്ച് ആളുകൾ സോങ്സ് എഴുതും എന്നൊക്കെയാണ് ക്രിസ്റ്റ്യൻ കോൾ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ സർ ഗെയിൻ ഹൈറ്റവറിന് മനസ്സിലാവും ഇവന് ഭ്രാന്താണ്, ഇവൻ മരിക്കാൻ വേണ്ടി നടക്കുകയാണെന്ന് മനസ്സിലാവുന്ന സർ ഗെയിൻ ഹൈറ്റവർ നൈസായിട്ട് പുള്ളിയും കുറച്ച് സോൾജേഴ്സും ഇവരെ ആർമീനെ വിട്ടിട്ട് നേരെ ടെമ്പിൾട്ടണിലേക്ക് ഒറ്റ യാത്ര തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഈ ക്രിസ്റ്റ്യൻ കോളിന്റെ ക്യാരക്ടറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അത് പാവം പ്രേമരോഗിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് തോന്നാറുണ്ട്. ക്രിസ്റ്റ്യൻ കോളിന് നല്ല ഹെയ്റ്റേഴ്സ് ഉണ്ട്. കാരണം ക്രിസ്റ്റ്യൻ കോൾ റെനിയറയ്ക്ക് എതിരെ നിൽക്കുന്നുണ്ട്. ഈ ക്രിസ്റ്റ്യൻ കോളിന് റെനിയറോടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, റെനിയറ ചെറുതായിരിക്കുന്ന സമയത്ത് അവർ തമ്മിലുണ്ടായിരുന്ന ഒരു അഫെയർ, അത് ക്രിസ്റ്റ്യൻ കോൾ വിചാരിച്ച പോലെ അതൊരു സ്നേഹത്തിലേക്ക് എത്തിയിട്ടില്ല. ക്രിസ്റ്റ്യൻ കോളിനെ റെനിയറ യൂസ് ചെയ്യാന്ന് ക്രിസ്റ്റ്യൻ കോളിന് തോന്നിയത് കൊണ്ടാണ് റെനിയറോട് ക്രിസ്റ്റ്യൻ കോളിനുള്ള ദേഷ്യം. അതുപോലെ തന്നെ ഇപ്പൊ ആലിസന്റെ കേസിലാണെങ്കിലും ആലിസന്റെ ക്രിസ്റ്റ്യൻ കോളിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നൊന്നുമില്ല. പക്ഷെ ബാറ്റിൽ മരിച്ചാലും കുഴപ്പമില്ല എന്ന് ക്രിസ്റ്റ്യൻ കോൾ പറയുന്ന സീനിലും ആലിസന്റെ പേര് ക്രിസ്റ്റ്യൻ കോൾ സർ ഗെയിനോട് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ക്രിസ്റ്റ്യൻ കോളിനെ നമ്മൾ ഈസിലി ഒരു പ്രേമരോഗി എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിലൊക്കെ പറയാം. പുള്ളിനെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പുള്ളിയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റും. പുള്ളിക്ക് സ്ത്രീകളോട് അങ്ങനെ ഒരു വീക്ക് സൈഡ് ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മള് സ്മോൾ കൗൺസിലിന്റെ സീനിന്റെ അകത്ത് ഡെയ്മൺ പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്, ഗോൾഡ് ക്ലോക്സിന് അകത്ത് 2 പേരെ കഴിഞ്ഞ ദിവസം ആരോ കൊന്നിട്ടുള്ളതായിട്ട്. സോ ഇതിനെ കുറിച്ചിട്ട് ഡെയ്മൺ സർ ലൂത്തറായിട്ട് ഡിസ്കസ് ചെയ്ത് കിങ്സ് ലാൻഡിൽ കൂടെ സംസാരിച്ച് നടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇവർ സംസാരിച്ച് നടന്നു പോകുമ്പോൾ തന്നെ ഒരു സൈഡിൽ നിന്ന് ഭയങ്കര ആൾക്കൂട്ടം ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. സോ അവിടേക്ക് അവർ ഓടിപ്പോയി നോക്കുമ്പോൾ കാണുന്നത് വീണ്ടും 2 ഗോൾഡ് ക്ലോക്സിന് ആരോ കൊന്നിട്ടതായിട്ടാണ്. ആൻഡ് കൊന്നിടുക എന്ന് പറഞ്ഞാൽ ചുമ്മാ വെറുതെ കൊന്നിടുകയല്ല ചെയ്യുന്നത്, അവരുടെ നെക്ക് കട്ട് ചെയ്യും, അതുപോലെ തന്നെ വയറ് കുത്തി തുറന്ന് കുടലൊക്കെ പുറത്തിട്ടതായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഡെയ്മണും സർ ലൂത്തറും സംസാരിച്ചു കൊണ്ട് പോകുന്നത് ഒരു കുട്ടി ഒളിഞ്ഞു കേൾക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ കുട്ടി ഒരു വീട്ടിലേക്ക് ഓടി കയറുന്നുണ്ട്. ആൻഡ് അവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകൾക്ക് ഈ വിവരം പാസ് ചെയ്യുന്നുണ്ട്. ആ വിവരം കിട്ടിയ ഉടനെ തന്നെ ഈ ആളുകളിൽ ഒരാള് ഒരു റേവൺ നേരെ ടെമ്പിൾട്ടണിലേക്ക് അയക്കുന്നുണ്ട്. ഈ സിറ്റി വാച്ചിനെ കൊല്ലുന്നത് ഒബ്വിയസ്ലി ഗ്രീൻസിന്റെ ആൾക്കാരാണ് എല്ലാവർക്കും ഈസിലി മനസ്സിലാവും. സിറ്റി വാച്ചിനോട് ആ നാട്ടിൽ കുറച്ച് ആളുകൾക്ക് ദേഷ്യം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം അവര് ആ നാട്ടിൽ കുറച്ച് ആൾക്കാരെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്ര ആളുകളെ കൊല്ലാൻ മാത്രമുള്ള ഒരു വൈരാഗ്യം അല്ലെങ്കിൽ ഇത്ര ആൾക്കാരെ കൊല്ലാൻ മാത്രമുള്ള ധൈര്യമൊന്നും അവിടെ ഉള്ള ആളുകൾക്കില്ല. സിറ്റി വാച്ചിലെ ആളുകളൊക്കെ വെൽ ട്രെയിൻഡ് ആണ്. സോ അവരോട് ഫൈറ്റ് ചെയ്ത് ഇരിക്കാനൊന്നൊരു സാധാരണക്കാരന് പറ്റില്ല. സോ ഒബ്വിയസ്ലി ഇത് ഓർമണ്ട് ഹൈറ്റവറിന്റെ ആർമിയിലെ ആളുകൾ തന്നെയാണ്. അവരവിടെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് കയറിയിട്ടുണ്ട്, അവർ തന്നെയാണ് ചെയ്യുന്നതെന്ന് വിസിബിൾ ആണ്. അതിപ്പോ അവര് ഷോയില് ഓപ്പണായി കാണിക്കുകയും ചെയ്തു. അങ്ങനെ ഈ റേവൺ നേരെ ചെന്നെത്തുന്നത് ടെമ്പിൾട്ടണിലെ ഓർമണ്ട് ഹൈറ്റവറിന്റെ അടുത്താണ്. ആൻഡ് ടെമ്പിൾട്ടണിൽ ഈ സമയം ഡേറൻ ഇരുന്നിട്ട് ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ സീനിൽ ഡേറനും ഓർമണ്ട് ഹൈറ്റവറും ഹിസ്റ്ററി കുറച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്ന ഒരു പേരുണ്ട്, പ്രിൻസസ് മെറിയ മാർട്ടൽ. ബുക്കിലെ കഥയിലേക്ക് വരുമ്പം എയ്ഗോണിന്റെ കോൺക്വസ്റ്റിന്റെ കാലത്ത് ഡോണിൽ ഉണ്ടായിരുന്ന പ്രിൻസസ് ആണ് മറിയ മാർട്ടൽ. ആൻഡ് മറിയ മാർട്ടലിന് അന്ന് ഏകദേശം 80 വയസ്സുണ്ട്. മറിയ മാർട്ടൽ ബ്ലൈൻഡ് ആയിരുന്നു, ഫാറ്റ് ആയിരുന്നു, അതുപോലെ തന്നെ കഷണ്ടി ആയിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ അവരുടെ യുദ്ധത്തിലെ സ്ട്രാറ്റജീസ് ഭയങ്കര കണ്ണിങ് ആയിരുന്നു. സോ എയ്ഗോണിന്റെ കോൺക്വസ്റ്റിന് വേണ്ടിയിട്ട് ക്യൂൻ ഡെർനേസ് അവരുടെ ഡ്രാഗണായ മെറാക്സിന്റെ പുറത്ത് ഡോണിലേക്ക് എത്തുന്നുണ്ട്. ആൻഡ് ഡോണിലേക്ക് എത്തുമ്പം അവർ കാണുന്ന ഡോണിൽ ആരും ഉണ്ടാവില്ല. അവിടെ കാസലില് ചെയറിൽ പ്രിൻസസ് മെറിയ ഇരിക്കുന്നുണ്ട്. ആൻഡ് അതിന് പുറമെ അവിടെ വേറെ ആരും ഉള്ളതായിട്ട് അവർ കാണുന്നില്ല. ആൻഡ് അന്നേരം ഈ പ്രിൻസസ് മെറിയ മാർട്ടൽ റെനേസിനോട് പറയുന്ന ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്, ഐ വിൽ നോട്ട് ഫൈറ്റ് യു നോർ വിൽ ഐ നീൽ ടു യു, ഡോണ്ട് ആസ്ക് നോ king, tell your brother that your words are fire and blood, ours are unbowed, unbent, unbroken. You may burn us, my lady, but you will not bend us, break us or make us bow. And ഈ എപ്പിസോഡിന്റെ പേര് തന്നെ ഇൻസ്പയർഡ് ആയത് ഈ ഡയലോഗിലുള്ള ഈ 2 വാക്കാണ്, അൺബൗഡ് ആൻഡ് അൺബെൻഡ്. ഈ ടാർഗേറിയൻസിന്റെ ഡ്രാഗൺസിനായിട്ട് ഓപ്പൺ ഫീൽഡിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മറിയ മാർട്ടലിന് അറിയാം. സോ അതുകൊണ്ട് തന്നെ
ടാർഗേറിയൻസിന്റെ ആർമി വന്ന സമയത്ത് അവർ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഡോണിലുള്ള ആളുകളെയും അവരുടെ ആർമിയെ മൊത്തം അവരവിടുന്ന് മാറ്റും. ഡോൺ ഒരു ഡെസേർട്ടിനടുത്തുള്ള ഒരു ലാൻഡാണ്. സോ ആർമി മൊത്തം ഡെസേർട്ടിലെ മണ്ണിലും അതുപോലെ അവിടെ അടുത്തുള്ള ഫോറസ്റ്റിലൊക്കെ പോയിട്ട് വിളിക്കും. അതിന്റെ അതും കൂടാതെ തന്നെ അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിലും എല്ലാം അവർ വിഷം കലക്കുകയും അവിടെ ഉണ്ടായിരുന്ന കൃഷി മൊത്തം തീയിടുകയും ചെയ്യും. സോ ഈ ടാർഗേറിയൻസിന്റെ ആർമി വരുമ്പം അവർക്ക് കഴിക്കാനോ കുടിക്കാനോ ഒന്നും അവിടെ നിന്ന് കിട്ടുകയില്ല. അത് മാത്രമല്ല അവിടെ ഒരാളെയും കാണില്ല. സോ ഇവിടെ ആരും ഇല്ലെന്ന് വെച്ച് ടാർഗേറിയൻസിന്റെ ആർമി തിരിച്ചു പോകുമ്പോൾ ഇവർ ടാർഗേറിയൻസിന്റെ ആർമിനെ ആംബുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഒരു സ്കോർപിൻ ബോൾട്ട് വെച്ചിട്ട് ക്യൂവിന്റെ റെനേഴ്സിനെയും മെറാക്സിനെയും ഇവർ കൊന്നു കളയുന്നുണ്ട്. ആൻഡ് ഈഗോന്റെ കോൺകസ്റ്റിൽ അവർ കീഴടക്കിയ ഹൗസസിൽ ഈ ഡോൺ ഇല്ല. കിങ്സ് ലാൻഡിംഗ് അടക്കം ടോട്ടൽ 7 ഹൗസസ് ആണ് ഈഗോന്റെ കോൺകസ്റ്റിൽ ഈഗോന്റെ അണ്ടറിൽ ഉള്ളത്. പക്ഷെ ഈ ഡോൺ ഇപ്പോഴും ഒരു ഇൻഡിപെൻഡന്റ് ഹൗസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ആൻഡ് ഈ മറിയ മാർട്ടൽ ഓർമുണ്ടിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഈ സീനിൽ വിസിബിൾ ആണ്. ആൻഡ് ഓർമുണ്ട് ആയാലും ക്രിസ്ത്യൻ ഗോൾ ആയാലും ഇവിടെ അവർ യൂസ് ചെയ്യുന്ന ഗറില്ല ടാക്ടിക്സ് അത് അവർ ഇൻസ്പയർ ചെയ്ത് എടുത്തേക്കുന്നത് ഈ മറിയ മാർട്ടലിന്റെ സ്റ്റോറി എന്നാണ്. എസ്പെഷ്യലി ഓർമുണ്ടിന്റെ കേസിൽ അത് ഓർമുണ്ടോടെ പറയുന്നുണ്ട്. ആൻഡ് അന്നേരം ഡെയ്റൻ ചോദിക്കുന്നുണ്ട് ഇവരൊരു വില്ലനാണോ അതോ ഹീറോ ആണോ. ഡെയ്റനെ സംബന്ധിച്ചപ്പോൾ ഡെയ്റൻ ടാർഗേറിയനാണ്. ടാർഗേറിയന്റെ സൈഡിലെ സ്റ്റോറി നോക്കുമ്പോൾ അവര് യുദ്ധം ചെയ്ത് തോറ്റൊരു ഹൗസ് ഒരിക്കലും അവർക്കൊരു ഹീറോ ആവില്ല, അവർ വില്ലനായിട്ടേ അവർ കാണുള്ളൂ. സോ ഡെയ്റൻ ചെറുപ്പത്തിൽ പഠിച്ച ഹിസ്റ്ററി നോക്കുമ്പോൾ ഈ മറിയ മാർട്ടൽ ഒരു വില്ലനാണ്. പക്ഷെ ഇവിടുന്ന് ഓർമുണ്ട് ഹൈടവറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരെ ഒരു ഹീറോ ആയിട്ടാണ് ഓർമുണ്ട് കാണുന്നത്. ആൻഡ് ഈ സീനിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഡെയ്റനും ഓർമുണ്ടും ഈ സംഭാഷണം നടക്കുന്നതിന്റെ ഇടയിൽ കൂടെ അവിടെ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. ഡെയ്റൻ ഓർമുണ്ടിനെ തോൽപ്പിക്കുമ്പോൾ പെട്ടെന്ന് ഓർമുണ്ടിന്റെ മൂടാകെ മാറും. ഇത് കാണുമ്പോൾ തന്നെ ഡെയ്റന് മനസ്സിലാവും ഓർമുണ്ട് ഇപ്പം പൊട്ടിത്തെറിക്കാൻ പോകുന്നു. അപ്പം ഡെയ്റൻ പെട്ടെന്ന് പറയുന്നുണ്ട് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് നമുക്കൊന്നുകൂടെ കളിക്കാന്ന് പറയുന്നുണ്ട്. ഇതൊന്ന് വിസിബിൾ ആണ് എത്ര അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് ഈ ഓർമുണ്ട് എന്ന്. അതുപോലെ തന്നെ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലുള്ള ഒരു സീനിൽ സർ ഗെയിൻ ഹൈടവർ ക്രിസ്ത്യൻ കോളിനോട് പറയുന്നുണ്ട് ഞങ്ങൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഓർമുണ്ടിനെ കളിയിലൊക്കെ ജയിക്കാൻ ഞങ്ങൾ വിടുമായിരുന്നു, ഞങ്ങൾ തോറ്റു കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ഓർമുണ്ടിന്റെ ക്യാരക്ടർ. സോ അതിനേക്കാളും വേസ്റ്റ് ആയിട്ടുള്ള അതിനേക്കാളും ഫ്രെജയിലും ഇൻസെക്യൂറും ആയിട്ടുള്ള ക്യാരക്ടർ ആണെന്ന് ഈ എപ്പിസോഡിൽ കൂടെ വീണ്ടും ഷോ റണ്ണേഴ്സ് കാണിച്ചിരുന്നുണ്ട്. ഇനി കിങ്സ് ലാൻഡിംഗിലേക്ക് വന്നാൽ ഓൾറെഡി ഗോൾഡ് ക്ലോക്സ് പാനിക്ഡ് ആണ്. അവരെ കൂട്ടത്തിൽ നിന്ന് 4 ആൾക്കാർ ഓൾറെഡി മരിച്ചു. ആരാണ് കൊന്നതെന്ന് അറിയുന്നില്ല. അവരുടെ പേയ്മെന്റ് ഒക്കെ ഇപ്പോഴും പെൻഡിങ് ആണ്. റെഡ് കീപ്പിൽ നിന്ന് അവർക്ക് സാലറി ഒന്നും കിട്ടുന്നില്ല. സോ അവിടുത്തെ അവസ്ഥ കുറച്ച് മോശമായതുകൊണ്ട് തന്നെ ഡെയ്മൺ അവരെ ഇൻസ്പയർ ചെയ്യാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അവിടെ അവരുടെ ഒന്ന് സംസാരിക്കുന്നുണ്ട്. ഡെയ്മൺ അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡെയ്മൺ അവർക്ക് പ്രോമിസ് ചെയ്യുന്നുണ്ട് ക്വീൻ റെനേറയ്ക്ക് വേണ്ടി അവർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇപ്പൊ കിട്ടുന്ന പേയ്മെന്റ് ഡബിൾ പേയ്മെന്റ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡോണും അതേപോലെ തന്നെ ബാക്കിയുള്ള ഹൗസസും ടാർഗേറിയൻസിന്റെ അണ്ടറിൽ വരും. ഇത് ആക്ച്വലി നമ്മൾ മുമ്പത്തെ എപ്പിസോഡിലേക്കുള്ള ത്രോ ബാക്ക് ആണ്. റെനീറ റൂൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെയല്ല ഡെയ്മൺ റൂൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഡെയ്മൺ എയ്ഗോന്റെ കോൺകസ്റ്റിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ എങ്ങനെയാണോ എയ്മണ്ട് ഡെയ്മണിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഡെയ്മൺ എയ്ഗോൺ ദ കോൺകററിൽ ഇൻസ്പയർഡ് ആണെന്ന് നമുക്ക് ഈ സീനിൽ വ്യക്തമാണ്. സോ ദ ന്യൂ വെലേരിയ എന്നുള്ള ഡ്രീം ഡെയ്മൺ ഇപ്പോഴും വിട്ടിട്ടില്ല. സോ അതിനെ കുറിച്ചിട്ടും ഈ സീനിൽ പറയുന്നുണ്ട്. ആൻഡ് ഈ സിറ്റി വാച്ചിലുള്ള ആളുകളെ കൊന്ന ഒരാളെ ഇവർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ ഇത് ആര് പറഞ്ഞിട്ടാ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് ഡെയ്റൻ ടാർഗേറിയന്റെ പേരാ പറയുന്നത്. ആൻഡ് അയാൾ ഡെയ്റൻ ടാർഗേറിയന്റെ ഫേസിൽ ഒരു കോയിനും ഡെയ്മന് പ്രൂഫായിട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഡെയ്മൺ ഇതെടുത്തിട്ട് റെനീറയുടെ അടുത്ത് പോയി പറയുന്നുണ്ട്. അപ്പൊ റെനീറയും ഡെയ്മണും ഇതുപോലെ ഡെയ്റനെ കണ്ടിട്ടില്ല. ആസ് എ വ്യൂവർ നമുക്കറിയാം ഡെയ്റൻ അത്ര ക്രൂരനായിട്ടുള്ള ഒരാളൊന്നും അല്ല. ഇതെല്ലാം ഓർമുണ്ടിന്റെ കളിയാണ്. പക്ഷെ ഇതിലെ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഡെയ്മണ്ടിയും അതുപോലെ തന്നെ റെനീറയുടെയും മനസ്സിൽ ഇപ്പം ഡെയ്റൻ ഭയങ്കര ക്രൂവലായിട്ടുള്ള അവരുടെ സിറ്റി വാച്ചിനെ കൊന്നിട്ട് റെനീറയുടെ ട്രോണിന് ഒരു ഭീഷണിയായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടായിരിക്കും ഇപ്പൊ അവര് ഉള്ളിൽ കാണുന്നത്. ഇനി ഈ എപ്പിസോഡിന്റെ ഫൈനൽ സീനിലേക്ക് വരുമ്പോൾ നമ്മൾ ത്രൂ ഔട്ട് ഈ എപ്പിസോഡ് കാണുമ്പോൾ ഒരു ഫ്ലാറ്റ് ആയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡ്രാഗൺസിന്റെ ഫൈറ്റ് ഇല്ല, ഹൈ മൊമെന്റ്സ് തന്നിട്ടില്ല. പക്ഷെ ഈ എപ്പിസോഡ് മോശം എപ്പിസോഡ് അല്ല, നന്നായിട്ട് കഥ പറഞ്ഞു പോയിട്ടുള്ള എൻഗേജിങ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. പക്ഷെ ഇതിന്റെ ഫൈനൽ സീനിലേക്ക് വരുമ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ എപ്പിസോഡിലെ ഏറ്റവും ബെസ്റ്റ് സീൻ പറഞ്ഞാൽ ഞാൻ അതേ പറയുള്ളൂ. ആ സീനിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന സ്കോറും തന്നൊരു എലിവേഷൻ ഉണ്ട്. അതായത് നമ്മൾ ഈ എപ്പിസോഡ് കണ്ട് കഴിയാറാകുമ്പോൾ നമുക്കൊരു ജീവൻ വെച്ചൊരു ഫീൽ വരും, അല്ലെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കമ്പയറിംഗ് ടു അതർ സീനിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു സീനാണ് ഇതിന്റെ ഫൈനൽ സീൻ. ആൻഡ് ഫൈനൽ സീന് രണ്ട് സീൻസ് മിറർ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഒരു സീനിന്റെ അകത്ത് ആലിസന്റെ ഹെലീനയും ബെഡ്റൂമിൽ കിടക്കുന്നുണ്ട്. ആൻഡ് അവിടെ ഒരു ക്യാറ്റ് നടന്ന് കളിക്കുന്നുണ്ട്. ഈ പൂച്ച അവിടെ ഉള്ള ഒരു സീക്രട്ട് പാസേജ് എലീനെ ഡിസ്കവർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവർ ആ സീക്രട്ട് പാസേജ് തുറന്നിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് അവർ കുറച്ച് ദൂരം പോകുമ്പോൾ അവരൊരു സ്ഥലത്ത് സ്റ്റക്ക് ആവുകയാണ്. അവർ മനസ്സിലാക്കുന്നത് ഈ സീക്രട്ട് പാസേജിന്റെ ഒരു സൈഡ് ക്ലോസ്ഡ് ആണെന്ന്. ആൻഡ് അവരെ കയ്യിൽ നിന്ന് വെളിച്ചം വീണ് താഴത്തേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഇതിനോട് മിററായിട്ട് കാണിക്കുന്ന അടുത്ത സീനില് ഡെയ്മൺ
ഇതേപോലെ തന്നെ ഗോൾഡ് ക്ലോക്സിന്റെ അവരുടെ ഓഫീസോ അല്ലെങ്കിൽ അവരെല്ലാരും ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ടണൽ പോലത്തെ ഒരു ഏരിയ ഉണ്ട്. അവിടേക്ക് ഒരു ടോർച്ചും കൊണ്ട് പോകുന്നുണ്ട്. ആൻഡ് നടന്നെടുക്കുന്നതനുസരിച്ച് ഡേമൺ മൂക്ക് പോത്തുന്നുണ്ട്. ആൻഡ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വിഷ്വൽ എന്ന് പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റിന്റെ ലാസ്റ്റ് സപ്പറിനുള്ള ആ സീനിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വിഷ്വലാണ്. ഒരു ഡൈനിങ് മേശയുണ്ട്, അതിന് ചുറ്റും ഈ ഗോൾഡ് ക്ലോക്സിനെ മൊത്തം കൊന്നിട്ട് ഇരുത്തിയിട്ടുണ്ട്. ഒരു 6-7 പേരുണ്ട്. അതിന്റെ അകത്ത് ഏറ്റവും പെയിൻഫുൾ കാര്യം എന്താന്ന് വെച്ചാൽ സർ ലൂത്തറിനെയും കൊന്നിട്ടുണ്ട്. ഈ സർ ലൂത്തറും ഡേമണും തമ്മിലുള്ള ഒരു സൗഹൃദമുണ്ട്. സോ ഇത് ഡേമണെ വല്ലാതെ ഹേർട്ട് ചെയ്യും, അത് ഉറപ്പാണ്. ആൻഡ് ഡേമൺ ഇതിനെങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് അതിന് വെയിറ്റിംഗ് ആണ്. കാരണം ഡേമൺ ഇതിനെ വെറുതെ വിടാനുള്ള ചാൻസ് കാണുന്നില്ല. കാരണം ഡേമണിന്റെ വൺ ഓഫ് ദ ക്ലോസ് ഫ്രണ്ട് ആണ് സർ ലൂത്തർ. ഇത്രയൊക്കെയാണ് ഈ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ എപ്പിസോഡിന്റെ പ്ലോട്ട് ഗൊറില്ല വാർ തന്നെയാണ്. അത് ക്രിസ്ത്യൻ ഗോള് റിവർലാൻഡ് മെന്നോട് ചെയ്യുന്ന വാറായാലും, അതുപോലെ തന്നെ ഓർമണ്ട് ഹൈടവർ കിങ്സ് ലാൻഡിങ്ങിൽ ഹൈടവർ മെന്നെ വെച്ചിട്ട് ഗോൾഡ് ക്ലോക്കിനോട് ചെയ്യുന്ന വാറായാലും, അതുപോലെ തന്നെ ഇതില് ഓർമണ്ട് ഹൈടവർ പറഞ്ഞിട്ടുള്ള മറിയ മാർട്ടൽ അവരുടെ സ്റ്റോറി ചെയ്ത വാറായാലും എല്ലാം ഒരു ഗൊറില്ല വാറാണ്. സോ എനിക്ക് ഈ എപ്പിസോഡിനെ സിമ്പിൾ ആയിട്ട് ഗറില്ല വാർ എന്ന് വിളിക്കാനാണ് കുറച്ചുകൂടി ആപ്റ്റ് ആയി തോന്നുന്നത്. സോ ഇതിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കമന്റായി രേഖപ്പെടുത്തുക. ആൻഡ് ആരുടെയെങ്കിലും പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷനോ പറഞ്ഞത് മാറിപ്പോവോ അല്ലെങ്കിൽ മിസ്പ്രൊനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.